What's up, guys? Sri here. Good afternoon, good evening, and oh, beautiful perfume. എന്തായാലും നമുക്ക് ഡേ തുടങ്ങാം. എനിക്ക് ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ ചെയ്യുന്നതിനകത്ത് എനിക്ക് ലാഭമൊന്നുമില്ല. എൻ്റെ വീട്ടിലേക്ക് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചൊരു ഫോണിനെ കുറിച്ച് ഞാൻ റിവ്യൂ പറയുന്നു. ഞാൻ അത് പറഞ്ഞു തുടങ്ങാം. എനിക്ക് കാശോ പ്രൊമോഷനോ ഒരു തേങ്ങയില്ല. വിവോ അവരുടെ അല്ലെങ്കിൽ ഐക്യു അവരുടെ എന്താ പറയുക Z11 ലൈറ്റ് കേരളത്തിൽ എല്ലാ യൂട്യൂബിലും അയച്ചു കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന Z11 ലൈറ്റ് Z11X ഒക്കെ. പക്ഷെ എൻ്റെ കണ്ണിൽ പെട്ടത് ഐക്യു Z11 ആണ്. ഐക്യു Z11 എന്ന് പറയുമ്പം കറക്റ്റ് വിവോയുടെ T5 Pro എന്ന് പറയും. ഗൈസ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫോണാണ്. കാരണം ഇപ്പോഴത്തെ ഈ ഫോണിൻ്റെ പ്രൈസ് എല്ലാം പൊങ്ങുന്ന കാലഘട്ടത്തിൽ ഒരു പവർ യൂസറിലെ ഹെവി യൂസറിന് അത്യാവശ്യം വാല്യൂ തരുന്നൊരു ഫോണുകളിലൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാവർക്കും ഉള്ളൊരു ഫോണാണോ അത് ഫോൺ? അങ്ങനെ ഒരു ഫോൺ വളരെ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷേ ഇതൊരു സ്പെസിഫിക് ടാർഗറ്റഡ് ഓഡിയൻസിന് വേണ്ടി തന്നെയാണ്. ആ ടാർഗറ്റ് ഓഡിയൻസ് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങളൊരു ഹെവി യൂസറാണോ, ഒരു പവർ യൂസറാണോ, അത്യാവശ്യം ഗെയിം കളിക്കണം, അത്യാവശ്യം ഫോണിനകത്ത് എപ്പോഴും തോണ്ടി ജീവിതം പകുതിയും ഫോണിനകത്ത് തീർക്കുന്ന ഒരാളാണ്, സ്ക്രീനിൻ്റെ അകത്ത് മുഴുവൻ തീർക്കുക, നിങ്ങൾക്കൊരു 7 hours എബോവ് സ്ക്രീൻ ഓൺ ടൈം ഉണ്ടെങ്കിൽ ആദ്യത്തെ റെക്കമെൻഡേഷൻ കുറയ്ക്കുക. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ, നിങ്ങളൊരു 10-32,000 രൂപയ്ക്ക് അതൊരു ഫോൺ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇതിലും ബെറ്റർ ഒരു ഡീൽ റൈറ്റ് നൗ ഓഫ്ലൈൻ മാർക്കറ്റിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓഫ്ലൈൻ മാർക്കറ്റിൽ ഐക്യൂടെ Z11 നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലെങ്കിൽ വിവോയുടെ T5 Pro എടുത്തു. കാരണം അടിപൊളി ഫോണാണ്. ആദ്യമേ തന്നെ എനിക്ക് സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗൈസ്, 32,000 രൂപയാണെങ്കിലും നിങ്ങൾക്ക് മെറ്റൽ അല്ലെങ്കിൽ ഗ്ലാസ് കൺസ്ട്രക്ഷൻ ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഒരു സോളിഡ് കൺസ്ട്രക്ഷൻ കിട്ടും. IP69 റീഡിങ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സോളിഡായിട്ടൊരു ഗ്ലാസ്സാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വേണ്ടി മേടിച്ചൊരു ഗ്ലാസ്സാണ്. ഇതിന് റിവ്യൂ യൂണിറ്റോ റീറ്റെയിൽ യൂണിറ്റോ ഒരിടത്തും കൊടുക്കത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു സ്പെസിഫിക് യൂസിന്, ഒരു പവർ ഹെവി യൂസറിന്, എൻ്റെ വീട്ടിലൊരാൾക്ക് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തോന്നി. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഫ്രണ്ടിലെടുത്ത ഡിസ്പ്ലേ ഈസ് സോ ഗുഡ്. നമ്മൾ കഴിഞ്ഞ റിവ്യൂ ചെയ്ത നത്തിങ്ങിൻ്റെ 4B എന്ന് പറഞ്ഞൊരു ഫോണാണ്. അതിൻ്റെയൊക്കെ സ്ക്രീനിൽ വെച്ച് നോക്കുമ്പം ഇതിനകത്ത് അതിൻ്റെ 1/3 ഉള്ളൂ ഈ സംഭവത്തിന് ബെസൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്ന, വെരി ഫ്ലാറ്റ്, സൂപ്പർ ഡിസ്പ്ലേ, 144 Hz, 5000 nits പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ള ആ ഫോണിനകത്ത് ഈ ബ്രൈറ്റ്നസ് ഒരു ഇഷ്യൂ ആയിരുന്നു. ഇതിനകത്ത് ബ്രൈറ്റ്നസ്സോ, ഇതിനകത്ത് എന്തു പറയണ, ഈ ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റോ, പാനൽ ക്വാളിറ്റിയോ, വ്യൂയിങ് ആംഗിൾസോ, അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല. സൂപ്പർ ഡിസ്പ്ലേ. ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഡിസ്പ്ലേകളിലൊന്നാണ്. നിങ്ങൾ അത്യാവശ്യം സപ്പോർട്ട് കാര്യങ്ങൾ, മീൻസ് നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, HDR അതിനും ഇതിനുമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞാൽ ടോപ്പ് ആൻഡ് ഫോണിനകത്ത് കിട്ടുന്ന HDR10++ ഒന്നും സാധനമൊന്നും കിട്ടത്തില്ല. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു ഈ വിലയ്ക്ക് കിട്ടുന്നതിൽ ജസ്റ്റിഫയബിൾ ഡിസ്പ്ലേ തന്നെ. ഇനി രണ്ടാമത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഫോണിനകത്ത്, ദാറ്റ് ഈസ് ദി ബാറ്ററി ലൈഫ്. 9020 9020 mAh. എന്തുവാടെ 9000 mAh ഒക്കെ? ഗൈസ്, എന്നെ സംബന്ധിച്ച്, എന്നെ കണക്കൊരാൾക്ക് ഇതൊരു 3-day ഫോണാണ്. ഞാൻ ഒരുപാട് ഫോണിനകത്ത് ഉപയോഗിക്കുന്നില്ല. എപ്പോഴും എനിക്ക് 2 ഫോൺ കാണും, ഒരു പ്രൈമറി ഡിവൈസ്, ഒരു ടെസ്റ്റിംഗ് ഫോണും കാണും. ഇതിനകത്ത് എൻ്റെ സിമ്മൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് 3 ദിവസം ഇത് പുഷ് ചെയ്യാൻ പറ്റും. ഞാൻ തമാശ പറയാൻ, ജോക്ക് ചെയ്യുന്നതൊന്നും അല്ല. അത് പേഡപ്പ് ആയിട്ടുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. അത്യാവശ്യം സ്മോളർ ഫാബ്രിക്കേഷനകത്തുള്ള നല്ലൊരു പവർ എഫിഷ്യൻ്റ് ആയിട്ടൊരു ചിപ്സെറ്റ് തന്നെയാണ്. സൂപ്പർ. ബാറ്ററി ലൈഫിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയില്ല. പിന്നെ ഇവരുടെ അത്യാവശ്യം നല്ല സ്പീഡിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഫാസ്റ്റ് ചാർജർ ഒരു ബോക്സിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. ഈ വിലയ്ക്ക് ബോക്സിനകത്ത് തന്നെ നല്ല ചാർജർ കൊടുക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ നത്തിങ്? കേൾക്കുന്നുണ്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ? പിന്നെ വേറെ 2-3 കാര്യങ്ങൾ, എൻ്റെ ചാർജിങ്ങിന് കുത്തിയിടുമ്പോഴൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ചൂടടിക്കുന്നില്ല. വലിയ ബാറ്ററി ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് റീല് തോണ്ടിയിരുന്നാലും നിങ്ങൾക്ക് ചൂടടിക്കുന്ന പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം വെരി വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് വെരി വെൽ കണ്ടെയ്ൻഡ് ആയിട്ടൊരു ഫോൺ തന്നെയാണ്. അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കുക വേണ്ട. ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് കാര്യങ്ങളിലേക്ക് ആണെങ്കിൽ 7S Gen 4 എന്ന് പറയുന്നത് അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടൊരു ചിപ്സെറ്റാണ്. Adreno 810 ആണ് GPU. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റില്ല. അത്യാവശ്യം എല്ലാ ഗെയിംസും അത്യാവശ്യം സൂപ്പറായിട്ട് കളിക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയുന്നത്. ഗെയിമിങ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. CPU-വിനകത്ത് നിങ്ങൾ ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ല കോഴ്സ് തന്നെ എല്ലായിടത്തും കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിന് അത്യാവശ്യം ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള പ്രോസസ്സറാണ്. അതായത് ഒരു
10 മാസം അല്ലെ ഒരു 8 മാസം മുന്നേ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു ഫ്രഷ് ഫോൺ ഇതിലും നല്ല പെർഫോമൻസ് ഈ പ്രൈസിന് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടുമെന്ന് ഞാൻ പറയും. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് അതേപോലെ ഭയങ്കരമായിട്ട് ഇൻഫ്ലേഷനും ചിപ്പിൻ്റെ ഷോർട്ടേജും സിലിക്കോൺ ത്രെറ്റും തൈവാൻ ഇപ്പം ബോംബിടായിരിക്കും ചൈന. ഗൈസ്, ചാനൽ ഭയങ്കര ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഹൈപ്പ് ചെയ്താൽ ഒന്ന് കയറിപ്പോകും. അതുകൊണ്ട് ഇതുപോലത്തെ നല്ല നല്ല ആരും ചെയ്യാത്ത കോണ്ടന്റും വീഡിയോസും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ജിയോ പൊളിറ്റിക്സ് ഒക്കെ ഭയങ്കര മെസ്ഡപ്പാണ്. ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പറയാനുള്ളൂ, ഈ പ്രോസസ്സർ ഈ വിലയ്ക്ക് അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഹീറ്റിങ്ങിനെ കൊണ്ടോന്ന് ചോദിച്ചാൽ വലിയ ഹീറ്റിംഗ് ഇല്ല. അതെനിക്ക് സർപ്രൈസിങ് ആയിട്ട് ചോദിച്ചാൽ, ബിഗ് ബാറ്ററി, ബിഗ് ഫോൺ, പ്ലാസ്റ്റിക് ബാഗ്, പ്ലാസ്റ്റിക് ഫ്രെയിം. ഞാൻ വിചാരിച്ചു ഭയങ്കര ഹീറ്റിംഗ് ആണെന്ന്. വലിയ ഹീറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾ കേസൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഹീറ്റിങ്ങേ ഇല്ല. വെരി വെൽ കണ്ടെയ്ൻഡ്, സൂപ്പർ. വിവോ ഹാസ് ഡൺ എ റിയലി റിയലി ഗുഡ് ജോബ്. പിന്നെ വിവോ ചേട്ടന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള, ഗൈസ്, എൻ്റെ സ്വന്തം കാശിനെ മേടിച്ച റിവ്യൂ കേട്ടോ. എനിക്കൊരു ഡിസ്കൗണ്ട് തന്നു ഒരു കടയിൽ നിന്ന്, അതുകൊണ്ട് ആ കടയുടെ പേര് ഞാൻ പറയും. അല്ലാതെ വിവോ ചേട്ടന്മാർക്ക് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അപ്പം അവിടെ വിളിച്ച് എനിക്ക് തരുന്ന ഫോൺ വെൻഡേഴ്സിനെ വിളിച്ച് ചൊറിയുക, അവർ ഫോൺ കൊടുക്കാതിരിക്കുക. നല്ല ഫോൺ തന്നാൽ ഞാൻ നല്ലത് പറയും, ചീത്ത ഫോൺ തന്നാൽ ചീത്ത കാര്യം പറയും. നിങ്ങൾ എനിക്ക് കിട്ടുന്ന ഫോൺ സർവീസ് വിളിച്ച് അവരെ ചീത്ത വിളിച്ചാൽ ഞാൻ വേറെ കടയിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് എടുക്കും, എന്നിട്ട് അപ്പം പോയി. അതുകൊണ്ട് എനിക്ക് തരുന്ന വെൻഡേഴ്സിനെ വിളിച്ച് ചീത്ത വിളിക്കാതിരിക്കുക. ഞാൻ നെഗറ്റീവ് ഇനിയും നിങ്ങൾ കൂതറ ഫോൺ ഇട്ടാൽ ഇനി കൂതറ ഫോണെ അടിച്ച് അമർത്തുകയും ചെയ്യും. എനിക്ക് വായി തോന്നുന്നത് ഞാൻ വിളിച്ച് പറയുകയും ചെയ്യും. ഇതെൻ്റെ ചാനലാണ് വിവോ. അതുകൊണ്ട് നിങ്ങൾ അത് നിങ്ങൾ നോക്കും. ഈ ഫോൺ എനിക്ക് കൊള്ളാം, ഇഷ്ടപ്പെട്ടു, ഞാൻ പോസിറ്റീവ് പറയുന്നു, ഞാൻ എൻ്റെ കാശ് മേടിച്ച് ഉപയോഗിക്കുന്നത്, അതെനിക്ക് പറയാവുള്ളൂ. അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഈ ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഓഫ് ദ ഫോൺ ആൻഡ് ഒറിജിനോയ്സ്. എൻ്റെ അടുത്ത് ഒറിജിനോയ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതിന് 3 വർഷം സപ്പോർട്ടുണ്ട്. ആൻഡ് വെരി റിഫൈൻഡ് OS ആയിട്ട് ഒരു ഒറിജിനോയ്സ്. ഇപ്പം എനിക്ക് യൂസ് ചെയ്ത് ഒരു ഐഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ബഗ് കാര്യങ്ങളൊക്കെ എൻ്റെ ഡെയിലി ലൈഫ് നോർമലൈസ്ഡ് ആയിരുന്നു. പക്ഷേ ഒറിജിനോയ്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്രയും ബാക്ക് എൻഡിൽ നല്ലോണം സപ്പോർട്ട് സിസ്റ്റം ഉള്ളൊരു സോഫ്റ്റ്വെയർ ഒക്കെ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ബഗ്ഗൊന്നും അടിക്കാത്തപ്പോൾ ഒരു വിമ്മിഷ്ടം പോലെ. ബഗ്ഗോ കാര്യങ്ങളോ ഫിക്സസോ സ്റ്റഡോസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഡേ ടു ഡേ ലൈഫിന് ഒഴുകി പോണ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ രീതിയിലുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടും. ഇതൊരു ഗ്ലോബൽ OS ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് എൻഡ് ഒരുപാട് എഞ്ചിനീയേഴ്സ് ഗ്ലോബലി ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബഗ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യും. വിവോ അവരുടെ സോഫ്റ്റ്വെയർ അത്യാവശ്യം സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ കോർപ്പറേറ്റ് സ്റ്റൈലിംഗ് ഓഫ് സോഫ്റ്റ്വെയർ എൻ്റെ എസ്തെറ്റിക്കലി മോസ്റ്റ് പ്ലീസിങ് അല്ലെങ്കിലും ഫംഗ്ഷണലി വൺ ഓഫ് ദ മോസ്റ്റ് പ്ലീസിങ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞുകൊണ്ട് സോഫ്റ്റ്വെയറിൽ 3 വർഷം നിങ്ങൾക്ക് അഷ്യൂർഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടും വിവോ കറക്റ്റ് ടൈമിലൊക്കെ തരും. ആ കാര്യത്തിലൊക്കെ വിവോ അത്യാവശ്യം റിലയബിൾ ആണ്. പിന്നെ വിവോയുടെ ഫോണായിട്ട് ഞാൻ പറയാം, എല്ലാവരുടെ സർവീസോ കാര്യങ്ങളോ ഒക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അവരുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ ഒക്കെ അടുത്തും സർവീസ് സെൻറ്ററിലൊക്കെ പോയാൽ നമുക്ക് അത്യാവശ്യം നല്ല പെരുമാറ്റവും നല്ല രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമാണ് വിവോയുടെ ആ കാര്യത്തിലൊക്കെ ഭയങ്കര. പിന്നെ ചെറിയൊരു കാര്യത്തിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് പറഞ്ഞാൽ, ഓബിയസ്ലി നിങ്ങൾക്ക് 35,000 രൂപയ്ക്ക് ഈ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷനിൽ എല്ലാം നിങ്ങൾക്ക് വാരിക്കോരി തരാൻ പറ്റത്തില്ല. ഈ ക്യാമറ ഡുവൽ ക്യാമറ ആണ് കണ്ടാലും, പക്ഷേ സിംഗിൾ ക്യാമറ കേട്ടോ. ഒരു പ്രൈമറി 50 MP വൈഡ് ഷൂട്ടർ മാത്രമുണ്ട്. കുഴപ്പമില്ല, അതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് കുഴപ്പമില്ല. ഡേ ടു ഡേ ലൈഫിൽ കാര്യങ്ങളും കുഴപ്പമില്ല. നിങ്ങൾ സ്നാപ്ചാറ്റൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ, നിങ്ങൾ അങ്ങനത്തെ സോഷ്യൽ മീഡിയ സാധനങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ക്ലിയർലി ഫോട്ടോസ് ആണെങ്കിൽ നിങ്ങളുടെ പ്രൈമറി കൺസേൺ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. ക്ലിയർലി ഫോട്ടോസ് മാത്രമാണ് നിങ്ങളുടെ പ്രൈമറി കൺസേൺ എങ്കിൽ 35,000 രൂപയ്ക്ക് ബെറ്റർ ഫോട്ടോ ക്യാമറ ഉണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ കമ്മിങ് ബാക്ക് ടു ദ റിവ്യൂ, നിങ്ങൾക്കൊരു ഹെവി പവർ യൂസേജ് ഫോണിനാണ് വേണ്ടതെന്ന് വെച്ചോ, നിങ്ങൾക്കൊരു പെർഫോമൻസ് വേണം, ബാറ്ററി ലൈഫ് വേണം, കിടിലൻ ഡിസ്പ്ലേ വേണം, ഫുൾ ടൈം തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, 2 ദിവസം ഉറപ്പായിട്ട് നിൽക്കണം, പെട്ടെന്ന് ചാർജ് ആവണം, അത്യാവശ്യം നല്ല സ്പീക്കേഴ്സും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൈബ്രേഷൻ, ഹാപ്റ്റിക് ഫീഡ്ബാക്കും ഇതിനകത്തുണ്ട്. ഹാപ്റ്റിക്സിനെ കുറിച്ച് ഞാൻ ഭയങ്കര കിടിലൊന്നും പറയുന്നില്ല, പക്ഷേ കുഴപ്പമില്ല. എനിക്ക് എടുത്ത് പറയാനൊന്നും തോന്നിയതില്ല, കുറ്റം പറയാനൊന്നും തോന്നിയില്ല. എന്നാൽ ഭയങ്കര കിടിലൊന്നും അല്ല. അതാണ് ഹാപ്റ്റിക്സിനെ കുറിച്ച്. സ്പീക്കേഴ്സ് അത്യാവശ്യം ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കണ്ടന്റ് വ്യൂയിങ് കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഗൈസ്, അതാണ് എനിക്ക് പറയുള്ളത്. നിങ്ങളൊരു സിനിമയൊക്കെ എപ്പോഴും ഫോണിൽ കാണുന്ന ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഫോൺ കേട്ടോ. നല്ലോണം ബാറ്ററിയും കിട്ടും, അത്യാവശ്യം എന്താ പറയുക, നല്ല രീതിയിൽ ഡിസ്പ്ലേയും സൗണ്ടും ഒക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പിന്നെ സ്നാപ്ഡ്രാഗൺ 7S Gen 4 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ്റെ X62 എന്ന് പറയുന്ന നമ്മുടെ പേര് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ Wi-Fi 6E കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടൊരു സാധനമാണ് ഈ പെർസ്പെക്റ്റീവിൽ ഈ ഫോൺ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഒരുപാട് പവർ ഹെവി യൂസേഴ്സിന് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഫോണുകളുടെ വില ഇനിയും കൂടാൻ പോവാണ്. നമ്മുടെ
യുദ്ധവും കാര്യങ്ങളൊക്കെ വെച്ച് എനിക്കറിയത്തില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ ആസ് ഓഫ് റൈറ്റ് നൗ നിങ്ങളിപ്പോൾ പോയി ഇത് ഒരു ഹെവി ഫോൺ അല്ലെങ്കിൽ പവർ ഫോൺ നോക്കുകയാണെങ്കിൽ മേടിച്ചോ. എനിക്ക് അത്രയൊക്കെ പറയുള്ളൂ. അത്യാവശ്യം നല്ലൊരു ഞാൻ ഈ പറഞ്ഞ നീഷിനുള്ളവർക്കും സൂപ്പർ ഫോണാണ്. എനിക്ക് അത്രയൊക്കെ പറയുള്ളൂ ഗായ്സ്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് UFS 2.2 എന്നല്ല UFS 3.1 ആണ് ഈ പ്രൈസ് റേഞ്ചിനകത്ത്. സ്റ്റോറേജും സെൻഡിങ് ഡേറ്റാസോ കാര്യങ്ങളോ ഒക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവർ നല്ലോണം നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഫോണിൻ്റെ അകത്തുനിന്ന്. പിന്നെ iQOO Z11 തന്നെയാണിത്. നിങ്ങൾക്ക് ട്വിൻസ് മൊബൈൽസ് പട്ടത്ത് പോയാൽ നിങ്ങൾക്ക് കാർഡ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവൈൽ ചെയ്ത് തരും. ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് നേരെ പോയാൽ അവിടുന്ന് വാങ്ങിയ രാജേഷേട്ടൻ നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട്. സോ ഗൈസ് ശ്രീ ഹിയർ ടോക്ക് ടു ഗൈസ് ലേറ്റർ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അവിടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ലവ് യു. iQOO Z11 തന്നെയാണ് Vivo T5 Pro. ഇനി അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ലവ് യു.